ഇടുക്കിയിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുന്നു. ജില്ലയുടെ വിവിധ മേഖലകളിൽ രാത്രി അതിശക്തമായ മഴയാണ് പെയ്തത്. പല സ്ഥലങ്ങളിലും മണ്ണിടിഞ്ഞതായി റിപ്പോർട്ടുണ്ട്. കട്ടപ്പന കുമളി സംസ്ഥാന പാതയിലും വണ്ണപ്പുറം ചേലച്ചു പാതയിലും ഗതാഗതം ഭാഗികമാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം മുതൽ അടിമാലി വരെയുള്ള ഭാഗത്തെ രാത്രികാല യാത്രയ്ക്ക് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ഇടുക്കിയിൽ എപ്പോൾ മഴയുണ്ടായാലും മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ വരാറുണ്ട്. അവിടെ പലയിടങ്ങളിലും റോഡിൽ ഗതാഗത തടസ്സമടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുമുണ്ട്. ഇപ്പോൾ എന്താണ് ഇടുക്കി ജില്ലയിലെ മൊത്തത്തിലുള്ളൊരു സാഹചര്യം? ഇപ്പോഴും ഇടുക്കി ജില്ലയിൽ ആശങ്കയ്ക്ക് വിരാമമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. ഇപ്പോഴും മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇടുക്കി ജില്ലയുടെ പല മേഖലകളിലും, അതായത് മൂന്നാർ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ഇപ്പോൾ മഴ ശക്തമായി പെയ്തത്. ചേലച്ചുവട് നേര്യമംഗലം വനമേഖലയിലും മഴ ശക്തമാണ്. ഞാനിപ്പോൾ ഉള്ളത് ചേലച്ചുവടിന് സമീപം കരിമ്പൻകുത്ത് എന്ന് പറയുന്ന ഭാഗത്താണ്. ഇതൊരു പുഴയാണ്. ഈ പുഴ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ കുറച്ച് മാത്രം വെള്ളമുണ്ടായിരുന്ന ഒരു പുഴയാണ്. നിലവിൽ ഈ പുഴ പൂർണ്ണമായും നിറഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമാണ്. കലിതുള്ളി ഒഴുകുന്നു എന്ന് തന്നെ പറയാം. അത്രത്തോളം രൗദ്രഭാവത്തിലാണ് ഈ പുഴ നിലവിൽ ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തെല്ലാം നിലവിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള നിരവധി ആളുകൾ ഇവിടെ എത്തുകയും വെള്ളത്തിലിറങ്ങുകയും മീൻ പിടിക്കാനൊക്കെ ഈ ഭാഗത്ത് എത്തുന്നതുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നല്ല ഒഴുക്കുള്ളതുകൊണ്ട് തന്നെ ആളുകൾ ഇതിൽ അകപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് ഈ മേഖലയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള നിയന്ത്രണമുണ്ട്. ജില്ലയിൽ പരക്കെ ഈ നിയന്ത്രണം തുടരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. പ്രധാനമായും ജില്ലയിൽ വെള്ളം സാഹചര്യം പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് കണ്ട് ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ വീടുകളിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. പ്രധാനമായും അടിമാലി കുമളി ദേശീയപാതയിലും ഇത് മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ജില്ലയിൽ പത്താം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് അതിൽ 150-ലധികം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലുണ്ട്. കീരിക്കോടിന് സമീപത്ത് നിന്ന് മണ്ണിടിച്ചിൽ സാധ്യത നിലവിൽ ആളുകളെ മാറ്റിയിട്ടുണ്ട്. ക്യാമ്പ് ഓക്കെ സുബിൻ, എന്തായാലും ഇടുക്കിയിലും വലിയ രീതിയിലുള്ള മഴയും മഴക്കെടുതികളും ഒക്കെ ഉണ്ട്. പലയിടങ്ങളിലും ഗതാഗത തടസ്സമടക്കം നേരിടുന്ന സാഹചര്യമാണുള്ളത്. ഇനി നമ്മൾ